അസ്സലാമലൈക്കും, നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, ഈ വീഡിയോ കുറച്ച് നീളമുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങളിത് കേൾക്കാൻ ശ്രമിക്കുക. അതായത് പാലക്കാട് അടുത്തന്നെ ഒരു ഹൈന്ദവ സ്ത്രീ പറയുന്നുണ്ടായിരുന്നു, താടിയും തൊപ്പിയും കണ്ടപ്പോൾ എന്നെ നോക്കിയിട്ട് കൊഞ്ഞനം കുത്തി കാണിച്ചു. അതുപോലെ തന്നെ പർദ്ദട്ട, അതുപോലെ തന്നെ മുഖം മൂടിയ ഒരു സ്ത്രീ എന്തോ എൻ്റെ കൂട്ടി കൊടുത്തു. ഭീകരതയുടെ രീതിയിലാണ് അവർ വന്ന് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു. അതുപോലെ തന്നെ ഞാനത് ഒഴിവാക്കി വിട്ടു. അത് ഞാൻ വീഡിയോ ഒന്നും ചെയ്യാൻ നിന്നില്ല. പക്ഷെ പിന്നെ വീണ്ടും ഇതപ്പോൾ ഒരു സ്ത്രീ അതേപോലെ വരുന്നു. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഞാൻ നമ്മുടെ ജെമിനിയോട് ചോദിച്ചു. അല്പം ബുദ്ധിയുള്ളവരും കോമൺ സെൻസ് ഉള്ളവരും ഇത് കേട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം സഹോദരന്മാർക്ക് ഇതിൻ്റെ അകത്ത് നമ്മളെ തീവ്രവാദി എന്നും അല്ലെങ്കിൽ ജിഹാദി എന്നും കമൻറ്റുകൾ അടിക്കുമ്പോൾ അവർക്ക് എങ്ങനെ മറുപടി കൊടുക്കണം എന്നുള്ളത് ഞാൻ പല രീതിയിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ കമൻറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതിനെക്കുറിച്ച് എന്നോട് ജെമിനി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് അതിന് പ്രതികരിക്കുന്നതെന്ന്. അതിന് ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ മറുപടി നിങ്ങൾക്ക് വോയിസുകളിൽ കേൾക്കാം. ഞാൻ ഇടയ്ക്ക് വന്ന് സംസാരിക്കുന്നില്ല, കാരണം ഞാനിത് ഓൾറെഡി സംസാരിച്ച് എന്താ പറയുക, ഇതിൻ്റെ അകത്ത് മുന്നോട്ട് പോയ കാര്യങ്ങളാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഓക്കെ, വീണ്ടും ഞാൻ ഇക്കാര്യം തന്നെ പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അതിനൊരു ബോറടി ഉണ്ടാവും, എനിക്കും അതൊരു ബോറടി ഉണ്ടാവും. അപ്പം ഞാൻ എന്താണ് അതിൻ്റെ അകത്ത് ചോദിച്ചു, അതിനുള്ള മറുപടി എന്താ തരുന്നത് തുടർന്ന് നിങ്ങൾ കേൾക്കുക പ്രിയ സുഹൃത്തുക്കളെ. ആദ്യം ഞാൻ ചോദിച്ചത്, ഈ അടുത്ത കാലത്ത് ഒരു ഹൈന്ദവ സ്ത്രീ വന്നിട്ട് മുസ്ലിങ്ങളുടെ താടിയും തൊപ്പിയും അതുപോലെ തന്നെ ഫർദയൊക്കെ കാണുമ്പോൾ പേടി എന്ന രീതിയിൽ വന്നിട്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അതിന് മറുപടി പറയുന്നത് നോക്കിയോ. ഹാരിസ്, ഒരു സോഷ്യൽ മീഡിയ വർക്കർ എന്ന നിലയിലും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും താങ്കൾക്ക് ഈ അനുഭവം വലിയ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടാകുമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പാലക്കാട് പോലെ എല്ലാവരും സ്നേഹത്തോടെ കഴിയുന്ന ഒരിടത്ത് ഇത്തരം വാക്കുകൾ കേൾക്കുമ്പോൾ അത് വേദനിപ്പിക്കും. ചില ആളുകൾക്ക് താടിയും തൊപ്പിയും കാണുമ്പോൾ ഇത്തരമൊരു ഭയം, ഫിയർ, പ്രജഡീസ് തോന്നുന്നതിന് പിന്നിൽ പ്രധാനമായും ചില കാരണങ്ങളുണ്ട്. ഒന്ന്, മാധ്യമങ്ങളുടെയും സിനിമകളുടെയും സ്വാധീനം. സിനിമകളിലും വാർത്തകളിലും തീവ്രവാദികളെയോ ക്രിമിനലുകളെയോ ചിത്രീകരിക്കുമ്പോൾ പലപ്പോഴും താടിയും തൊപ്പിയും ഒരു പ്രത്യേക അടയാളമായി ഉപയോഗിക്കാറുണ്ട്. വർഷങ്ങളായി ഇത്തരം ദൃശ്യങ്ങൾ കാണുന്ന സാധാരണക്കാരുടെ മനസ്സിൽ താടിയും തൊപ്പിയും സമം അപകടം എന്നൊരു തെറ്റായ ബോധം അറിയാതെ തന്നെ പതിഞ്ഞു പോകുന്നു. ഇതിനെ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് വിളിക്കുന്നു. രണ്ട്, തെറ്റായ പ്രചരണങ്ങൾ, പ്രോപ്പഗാൻഡ. സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും ചില നിക്ഷിപ്ത താല്പര്യക്കാർ ഒരു പ്രത്യേക വിഭാഗത്തെക്കുറിച്ച് ഭീതി പടർത്തുന്ന രീതിയിലുള്ള സന്ദേശങ്ങൾ നിരന്തരം പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത് സാധാരണക്കാരായ സ്ത്രീകളുടെയും കുട്ടികളുടെയും മനസ്സിൽ വലിയ പേടിയുണ്ടാക്കാൻ കാരണമാകുന്നു. അവർ കാണുന്ന വ്യക്തിയെക്കുറിച്ചല്ല, മറിച്ച് അവരുടെ മനസ്സിലുള്ള ചിത്രത്തെക്കുറിച്ചാണ് അവർ പേടിക്കുന്നത്. മൂന്ന്, ആശയവിനിമയത്തിന്റെ കുറവ്. പരസ്പരം സംസാരിക്കാനും ഇടപഴകാനും അവസരമില്ലാത്തവർക്കിടയിൽ ഇത്തരം അകൽച്ച കൂടും. താങ്കളെ നേരിട്ടറിയാത്തവർക്ക് താങ്കളുടെ കാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചോ നല്ല സ്വഭാവത്തെക്കുറിച്ചോ അറിയില്ലായിരിക്കാം. ആ അപരിചിതത്വമാണ് പലപ്പോഴും ഭയമായി പുറത്തു വരുന്നത്. നാല്, ഒറ്റപ്പെട്ട സംഭവങ്ങൾ. എവിടെയെങ്കിലും നടക്കുന്ന മോശമായ ചില കാര്യങ്ങൾ ആ സമുദായത്തിലെ എല്ലാവരിലേക്കും ആരോപിക്കപ്പെടുന്ന അവസ്ഥ ഇന്ന് നിലവിലുണ്ട്. ചിലരുടെ തെറ്റായ പ്രവൃത്തികൾ കാരണം മാന്യമായി ജീവിക്കുന്നവർ പോലും സംശയിക്കപ്പെടുന്നു. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഹാരിസിനെ പോലെ ഒരു സോഷ്യൽ മീഡിയ വർക്കർക്ക് ഇതിന് വലിയൊരു മറുപടി നൽകാൻ കഴിയും. പ്രവർത്തനങ്ങളിലൂടെ മറുപടി നൽകുക. താങ്കൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ ജാതിക്കും മതത്തിനും അതീതമായി തുടരുക. ഒരു ഹൈന്ദവ സഹോദരനെയോ സഹോദരിയെയോ താങ്കൾ സഹായിക്കുന്നത് കാണുമ്പോൾ അവരുടെ മനസ്സിലെ ആ പേടി താനേ ഇല്ലാതാകും. ചിരിച്ചുകൊണ്ടുള്ള സമീപനം. പുഞ്ചിരി ഒരു ധർമ്മമാണ്, സദക്ക എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. താങ്കളുടെ വിനയപൂർവമായ പെരുമാറ്റം പല മുൻവിധികളെയും തകർക്കാൻ പര്യാപ്തമാണ്. സോഷ്യൽ മീഡിയയുടെ ഇത് എനിക്ക് വേണ്ടി പറയുന്നില്ല, ഇവിടുത്തെ ഓരോ മുസ്ലിങ്ങളും കേൾക്കണം. ഉപയോഗം, മുസ്ലിം സമൂഹത്തിലെ നന്മകൾ, മറ്റു മതസ്ഥരോടുള്ള സ്നേഹബന്ധങ്ങൾ എന്നിവ താങ്കളുടെ പേജിലൂടെ കൂടുതൽ പങ്കുവെക്കുക. അവർ അങ്ങനെ പറഞ്ഞത് താങ്കളുടെ വ്യക്തിപരമായ കുഴപ്പം കൊണ്ടല്ല, മറിച്ച് അവർക്ക് ചുറ്റുമുള്ള സാഹചര്യം അവരെ അങ്ങനെ ചിന്തിപ്പിക്കുന്നത് കൊണ്ടാണ്. സ്നേഹം കൊണ്ടും സേവനം കൊണ്ടും മാത്രമേ ഇത്തരം മതിലുകൾ പൊളിക്കാൻ കഴിയൂ. എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് നേരിടാറുണ്ടോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും എൻ്റെ പേജിൽ ജിഹാദി എന്നും തീവ്രവാദി എന്ന കമൻറ്റ് വരുന്നുണ്ടെന്ന്. അപ്പം അതിന് ജെമിനി എന്താ പറയുന്നത് നോക്കൂ. ഹാരിസ്, ഒരു സോഷ്യൽ മീഡിയ വർക്കർ എന്ന നിലയിൽ താങ്കൾ നേരിടുന്ന ഈ അനുഭവം ഇന്ന് പല പൊതുപ്രവർത്തകരും നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ്. താങ്കൾ നന്മ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും ചിലർ ഇത്തരം വാക്കുകൾ തീവ്രവാദി, ജിഹാദി ഉപയോഗിക്കുന്നതിന് പിന്നിൽ കൃത്യമായ ചില കാരണങ്ങളുണ്ട്. ഒന്ന്, ഇമേജ് ട്രാപ്പ്. ഇമേജ് ട്രാപ്പ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ താടിയും തൊപ്പിയും ധരിച്ച ഒരാൾ എന്ത് ചെയ്താലും അതിനെ ഒരു പ്രത്യേക മതപരമായ അജണ്ടയായി കാണാൻ ചിലർ പ്രേരിപ്പിക്കപ്പെടുന്നുണ്ട്. താങ്കൾ ഒരു സഹായം ചെയ്താൽ പോലും ഇത് മതപരിവർത്തനത്തിനാണോ അല്ലെങ്കിൽ
ഇത് ജിഹാദിന്റെ ഭാഗമാണോ എന്ന് സംശയിക്കുന്ന തരത്തിൽ ചിലരുടെ ചിന്താഗതികൾ കലുഷിതമായിട്ടുണ്ട്. 2. സോഷ്യൽ മീഡിയയിലെ വിദ്വേഷ പ്രചരണം, ഓൺലൈൻ പോളറൈസേഷൻ. സോഷ്യൽ മീഡിയയിൽ ആളുകളെ മതപരമായി ഭിന്നിപ്പിക്കാൻ ബോധപൂർവം പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകളുണ്ട്. അവർ ചില വാക്കുകൾ, ഉദാഹരണത്തിന് ജിഹാദി, ആയുധമായി ഉപയോഗിക്കുന്നു. ഇത്തരം വാക്കുകൾ നിരന്തരം കേൾക്കുന്ന സാധാരണക്കാരായ ഫോളോവേഴ്സ് കാര്യങ്ങൾ കൃത്യമായി വിശകലനം ചെയ്യാതെ അതേ വാക്കുകൾ കമന്റുകളായിടുന്നു. 3. അൽഗോരിതം നൽകുന്ന മുൻവിധി. സോഷ്യൽ മീഡിയ അൽഗോരിതങ്ങൾ പലപ്പോഴും വിദ്വേഷം നിറഞ്ഞ വാർത്തകളാണ് ആളുകളിലേക്ക് എത്തിക്കുന്നത്. അത്തരം വാർത്തകൾ മാത്രം കണ്ട് ശീലിച്ച ഒരാളുടെ മുന്നിലേക്ക് ഹാരിസിന്റെ വീഡിയോ വരുമ്പോൾ അവർ കാണുന്നത് ഹാരിസിനെ അല്ല, മറിച്ച് അവർ നേരത്തെ കണ്ടുഭയന്ന വാർത്തകളിലെ രൂപത്തെയാണ്. 4. അജ്ഞത, ലാക്ക് ഓഫ് അവയർനെസ്. ജിഹാദ് എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം നന്മയ്ക്കായുള്ള പരിശ്രമം മനസ്സിലാക്കാതെ അത് കൊലപാതകമാണെന്ന് വിശ്വസിച്ചിരിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട്. അവർക്ക് താങ്കൾ ചെയ്യുന്ന സേവന ജിഹാദ്, മനുഷ്യരെ സഹായിക്കാനുള്ള പരിശ്രമം തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇതിനെ എങ്ങനെ നേരിടാം? ഒരു സോഷ്യൽ മീഡിയ വർക്കർ എന്ന നിലയിൽ താങ്കൾക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ: അവഗണിക്കുക, ഇഗ്നോർ. ബോധപൂർവം വർഗീയത പറയുന്നവരെ അവഗണിക്കുകയോ ബ്ലോക്ക് ചെയ്യുകയോ ചെയ്യുക. അവരോട് തർക്കിക്കാൻ നിൽക്കുന്നത് താങ്കളുടെ പേജിന്റെ പോസിറ്റീവ് എനർജി കളയും. ഇത് ഏതൊരു മുസ്ലിം കേൾക്കേണ്ട ഒരു വോയിസ് ആണ്. കൂടുതൽ സുതാര്യത. താങ്കൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങളിൽ എല്ലാ മതവിഭാഗത്തിലുള്ളവരും ഗുണഭോക്താക്കളാകുന്നുണ്ടെന്ന് ദൃശ്യങ്ങളിലൂടെ തന്നെ വ്യക്തമാക്കുക. ഒരു ഹൈന്ദവ സഹോദരനോ ക്രിസ്ത്യൻ സഹോദരനോ താങ്കളെക്കുറിച്ച് നല്ലത് പറയുന്നത് കേൾക്കുമ്പോൾ ഇത്തരം കമന്റുകൾ ഇടുന്നവരുടെ വായടയും. സ്നേഹപൂർവമായ മറുപടി. വല്ലപ്പോഴും ഇത്തരം കമന്റുകൾക്ക് വളരെ മാന്യമായും സ്നേഹത്തോടെയും മറുപടി നൽകുക. ഞാൻ എന്റെ നാടിനും നാട്ടുകാർക്കും വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്, സ്നേഹമാണ് എന്റെ മതം എന്ന രീതിയിലുള്ള മറുപടികൾ മറ്റുള്ളവരുടെ മനസ്സ് മാറ്റാൻ സഹായിക്കും. മതസൗഹാർദ്ദ വീഡിയോകൾ. പാലക്കാട്ടെ വിവിധ മതസ്ഥരായ സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ പങ്കുവയ്ക്കുക. ഹാരിസ്, ഇത്തരം കമന്റുകൾ കണ്ട് താങ്കൾ വിഷമിക്കരുത്. താങ്കൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കാണുന്ന, അതിനെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ അവിടെയുണ്ട്. വിദ്വേഷം പടർത്തുന്നവർ കുറച്ചേ ഉള്ളൂ, പക്ഷേ അവർ ഒച്ച വെക്കുന്നത് കൊണ്ടാണ് അത് കൂടുതലായി തോന്നുന്നത്. ഇത്തരം കമന്റുകൾ വരുമ്പോൾ താങ്കൾ സാധാരണ എങ്ങനെയാണ് പ്രതികരിക്കാറുള്ളത്? അവ ഡിലീറ്റ് ചെയ്യാറുണ്ടോ അതോ മറുപടി കൊടുക്കാറുണ്ടോ? അതിന് ഞാൻ മറുപടി കൊടുക്കുന്നത്, എന്നെ ആരും ജിഹാദി തീവ്രവാദി എന്ന് കമൻ്റ് അടിച്ചാലും അതിൻ്റെ താഴത്ത് ഞാൻ റീപ്ലൈ കൊടുക്കുന്നത് ജയ് ഹിന്ദ് എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഓരോ മുസ്ലിങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ അതിന് എന്താണ് നമ്മുടെ ജെമിനി പറയുന്നുള്ളത് കേട്ടോളൂ. അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ ഹാരിസ്, അത് വളരെ മികച്ചതും അർത്ഥവത്തായതുമായ ഒരു മറുപടിയാണ്. തീവ്രവാദി എന്നും ജിഹാദി എന്നും വിളിക്കുന്നവർക്ക് മുന്നിൽ ജയ് ഹിന്ദ് എന്ന് വിളിക്കുന്നത് ഒരു വലിയ രാഷ്ട്രീയവും ധാർമ്മികവുമായ നിലപാടാണ്. അതിലൂടെ താങ്കൾ നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. 1. രാജ്യസ്നേഹം. താൻ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു പൗരനാണെന്നും തന്റെ വിശ്വാസം രാജ്യസ്നേഹത്തിന് തടസ്സമല്ലെന്നും താങ്കൾ അതിലൂടെ തെളിയിക്കുന്നു. 2. വിദ്വേഷമില്ലായ്മ. അവർ ചീത്ത വിളിക്കുമ്പോൾ താങ്കൾ തിരിച്ചു ചീത്ത വിളിക്കുന്നില്ല, പകരം അന്തസ്സുള്ള ഒരു മറുപടി നൽകുന്നതിലൂടെ താങ്കളുടെ സ്വഭാവ മഹിമയാണ് അവിടെ വെളിപ്പെടുന്നത്. 3. മൗനം സമ്മതമല്ല. താങ്കൾ ഒളിച്ചോടുന്നില്ല, മറിച്ച് അഭിമാനത്തോടെ തന്നെ മറുപടി നൽകുന്നു. ഇത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ വലിയൊരു മനസ്സ് വേണം. ഇത്തരം പോസിറ്റീവായ പ്രതികരണങ്ങൾ കാണുമ്പോൾ കുറച്ചു കഴിയുമ്പോൾ ആ കമന്റ് ഇട്ടവർക്ക് തന്നെ അത്ഭുതം തോന്നും. ചിലപ്പോൾ അവരുടെ ചിന്താഗതി മാറാൻ പോലും അത് കാരണമായേക്കാം. സോഷ്യൽ മീഡിയയിൽ താങ്കൾക്ക് ചെയ്യാവുന്ന ഒരു ചെറിയ നിർദ്ദേശം: താങ്കൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങളുടെ വീഡിയോകളിൽ ഇടയ്ക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തെക്കുറിച്ചോ മതം നോക്കാതെ മനുഷ്യനെ സഹായിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചോ ചെറിയ വരികൾ കൂടി ഉൾപ്പെടുത്തുക. താങ്കളെപ്പോലെ താഴെത്തട്ടിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവർക്ക് ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ജയ് ഹിന്ദ് പോലുള്ള മറുപടികൾ താങ്കളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കട്ടെ. ഈ രീതിയിലുള്ള മറുപടി നൽകുമ്പോൾ ആ വ്യക്തികളുടെ പ്രതികരണം പിന്നീട് എങ്ങനെയായിരിക്കും? അവർ മൗനം പാലിക്കാറുണ്ടോ അതോ വീണ്ടും പ്രകോപിപ്പിക്കാറുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു വീണ്ടും പ്രകോപിപ്പിക്കുന്നു. അപ്പൊ അതിനെന്താണ് മറുപടി പറയുന്നത് കേട്ടോളൂ. ഹാരിസ്, താങ്കളുടെ ആ നിശ്ചയദാർഢ്യത്തെ ശരിക്കും അഭിനന്ദിക്കണം. പ്രകോപനങ്ങൾക്ക് മുന്നിൽ തളരാതെ സമാധാനപരമായ രീതിയിൽ ജയ് ഹിന്ദ് എന്ന മറുപടിയിൽ ഉറച്ചു നിൽക്കുന്നത് ഒരു വലിയ കാര്യമാണ്. താങ്കളുടെ ഈ നിലപാടിൽ ചില പ്രധാന ഗുണങ്ങളുണ്ട്. 1. പ്രകോപിപ്പിക്കുന്നവരുടെ തോൽവി. ഇത്തരം കമന്റുകൾ ഇടുന്നവരുടെ പ്രധാന ലക്ഷ്യം താങ്കളെ ദേഷ്യം പിടിപ്പിക്കുകയോ മോശമായ രീതിയിൽ പ്രതികരിപ്പിക്കുകയോ ചെയ്യുക എന്നതാണ്. എന്നാൽ താങ്കൾ ശാന്തനായി ജയ് ഹിന്ദ് എന്ന് മാത്രം മറുപടി നൽകുമ്പോൾ അവരുടെ ആ ലക്ഷ്യം പരാജയപ്പെടുന്നു. 2.
മാന്യതയുടെ അടയാളം. താങ്കളുടെ പേജ് കാണുന്ന മറ്റുള്ളവർക്ക്, നിശബ്ദരായ ഭൂരിഭാഗത്തിന് താങ്കളുടെ ഈ നിലപാട് വലിയൊരു മതിപ്പാണ് ഉണ്ടാക്കുക. ചീത്ത വിളിക്കുന്നവരെക്കാൾ ഉയർന്ന ചിന്താഗതിയുള്ള വ്യക്തിയാണ് താങ്കൾ എന്ന് അവർക്ക് ബോധ്യപ്പെടും. 3. സോഷ്യൽ മീഡിയ പ്രൊഫൈൽ. താങ്കൾ ഒരു സോഷ്യൽ മീഡിയ വർക്കർ ആയതുകൊണ്ട് തന്നെ ഇത്തരം പോസിറ്റീവായ പെരുമാറ്റം താങ്കളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കും. താങ്കൾ പറയുന്നത് പോലെ എത്ര തവണ അവർ പ്രകോപിപ്പിച്ചാലും സ്നേഹത്തോടും രാജ്യത്തോടുള്ള കൂറോടും കൂടി പ്രതികരിക്കുന്നത് തുടരുക. തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്ന വലിയൊരു പാഠമാണ് താങ്കൾ ഇതിലൂടെ പ്രായോഗികമാക്കുന്നത്. പാലക്കാട് പോലെയുള്ള ഒരിടത്ത് സജീവമായി കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന താങ്കൾക്ക് ഇത്തരം ചെറിയ തടസ്സങ്ങൾ മറികടക്കാൻ ഈ മനക്കരുത്ത് വലിയ സഹായമാകും. ഈ രീതിയിലുള്ള പ്രതികരണം കണ്ട് താങ്കളെ പിന്തുണച്ച് മറ്റാളുകൾ മുന്നോട്ട് വരാറുണ്ടോ? ഇത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടിയിട്ട് ആരും ഞാനൊരു കമൻറ്റ് അടിച്ചാൽ എനിക്ക് റീപ്ലൈ തരാൻ വരുന്നില്ല. കാരണം അത് അവരുടേതായിട്ടുള്ള ആളുകളാണല്ലോ അത് അടിക്കുന്നത്, അതുകൊണ്ട് സപ്പോർട്ടാണെന്ന് പറഞ്ഞു. അപ്പം അതിന് തന്നെ മറുപടി വെക്കണേ. ഹാരിസ്, താങ്കൾ ഒറ്റയ്ക്കാണ് ഈ രീതിയിൽ പ്രതികരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമാണ്. സത്യത്തിൽ വലിയൊരു ആൾക്കൂട്ടം കൂടെയുള്ളപ്പോൾ പ്രതികരിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ധീരത വേണം തനിച്ചായിരിക്കുമ്പോൾ പ്രകോപനങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ പക്വതയോടെ നിൽക്കാൻ. സോഷ്യൽ മീഡിയയിൽ ആരും കൂടെ വരാനില്ലാത്ത അവസ്ഥയുണ്ടാകുന്നത് സ്വാഭാവികമാണ്. പലരും ഇത്തരം വിവാദങ്ങളിലോ കമന്റ് ബോക്സിലെ തർക്കങ്ങളിലോ ഇടപെടാൻ പേടിക്കുന്നവരാകാം. പക്ഷേ താങ്കൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. താങ്കൾ തനിച്ചല്ല. താങ്കളുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ കാണുന്ന, അത് ആസ്വദിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ പുറത്തുണ്ട്. അവർ ഒരുപക്ഷെ കമന്റ് ബോക്സിൽ വന്ന് ബഹളം വെക്കുന്നുണ്ടാകില്ല, പക്ഷേ താങ്കളുടെ ഈ നിലപാടിനെ അവർ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നുണ്ടാകും. സ്ഥൈര്യം, പേഷ്യൻസ്. മറ്റുള്ളവർ മോശമായി സംസാരിക്കുമ്പോൾ താങ്കൾ കാണിക്കുന്ന ഈ ക്ഷമയാണ് താങ്കളുടെ ഏറ്റവും വലിയ വിജയം. കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരാൾക്ക് വേണ്ട ഏറ്റവും വലിയ ഗുണവും ഇതുതന്നെയാണ്. മറുപടി പ്രവൃത്തിയിലൂടെ. വാക്കുകൾ കൊണ്ട് അവരോട് യുദ്ധം ചെയ്യുന്നതിനേക്കാൾ വലിയ മറുപടിയാണ് താങ്കൾ ചെയ്യുന്ന സേവനങ്ങൾ. താങ്കൾ സഹായിക്കുന്ന ഒരു പാവപ്പെട്ട കുടുംബത്തിന്റെ പുഞ്ചിരിയാണ് ഈ ജിഹാദി വിളികൾക്കുള്ള ഏറ്റവും വലിയ മറുപടി. ഒരു ചെറിയ ഉപദേശം. സോഷ്യൽ മീഡിയയിൽ ഇത്തരം പ്രകോപനങ്ങൾ താങ്കളുടെ മാനസിക സമാധാനത്തെ ബാധിക്കരുത്. താങ്കൾ ചെയ്യുന്നത് നല്ല കാര്യമാണെന്ന ബോധ്യം താങ്കൾക്കുണ്ടെങ്കിൽ ലോകം എന്തു പറഞ്ഞാലും അത് താങ്കളെ തളർത്തരുത്. ഇപ്പോൾ എനിക്ക് ഇവിടുത്തെ നല്ലവരായ ഹൈന്ദവരായ ആൾക്കാരോട് പറയാനുള്ളത്, നമ്മൾ രാഷ്ട്രീയപരമായിട്ട് പല രീതിയിലുള്ള വീഡിയോസും ചെയ്യും. അതിൽ തെറ്റും ശരിയും ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ പ്രതികരിക്കാം നിങ്ങളുടേതായിട്ടുള്ള രാഷ്ട്രീയം വെച്ചിട്ട്. പക്ഷെ അത് മതപരമായിട്ട് മാറരുത്, നമ്മുടെ പേര് നോക്കി ഇത് നോക്കിയിട്ട്. രണ്ടാമത് എനിക്ക് ഇവിടുത്തെ മുസ്ലിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും മറ്റുള്ള മതസ്ഥരെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ വീഡിയോ ചെയ്യരുത്. രണ്ടാമത്തെ ഒരു കാര്യം, ആര് കമൻ്റ് അടിച്ചാലും പ്രതികരിക്കരുത്. അതായത് ജിഹാദി അല്ലെങ്കിൽ തീവ്രവാദി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരൊറ്റ മറുപടി അവർക്ക് കൊടുക്കാൻ പാടുള്ളൂ, ജയ് ഹിന്ദ്. ഇത് മാത്രം നിങ്ങൾ മറുപടിയായിട്ട് കൊടുത്തു നോക്ക്, ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്. ഓരോ കമൻറ്റും നിങ്ങൾക്ക് തീവ്രവാദി എന്നും ജിഹാദി എന്നും വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ജയ് ഹിന്ദ്, ജയ് ഹിന്ദ് നിങ്ങൾ പറഞ്ഞു നോക്ക്. 100% ഈ കമൻ്റ് അടിക്കുന്ന ആൾക്കാർ ഒന്നുമില്ലാതായി പോകുന്നതാണ്. പിന്നെ നമ്മൾ ഈ ജയ് ഹിന്ദ് എന്ന് പറയണമെങ്കിൽ അതിന് നമുക്ക് അർഹതയുണ്ടാകണമെങ്കിൽ നമ്മൾ മറ്റുള്ള മതക്കാരോട് ആ ഒരു സമീപനം പാലിക്കണം, സ്നേഹം ഉണ്ടാകണം. അല്ലാതെ മറ്റുള്ള മതക്കാരെ വേറെ രീതിയിൽ കണ്ടുകൊണ്ട് ഞാൻ ജയ് ഹിന്ദ് എന്ന് പറയുന്നതുകൊണ്ടൊന്നും വലിയ അർത്ഥമൊന്നുമില്ല, വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റിൽ പറയുക. ഇത്രയും നേരം ക്ഷമയോടുകൂടി കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്.